കോടികൾ തട്ടി രാജ്യം വിട്ട ഇന്ത്യ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച വിവാദ വ്യവസായി വിജയ് മല്യയെ ഇന്ത്യയ്ക്കു കൈമാറാൻ ബ്രിട്ടന്റെ അനുമതി വരുമ്പോൾ അത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണ്. മല്യയെ ഇന്ത്യയ്ക്കു കൈമാറണമെന്ന കോടതി ഉത്തരവ് ബ്രിട്ടീഷ് ആഭ്യന്തര സെക്രട്ടറി അംഗീകരിക്കുകയായിരുന്നു. മല്യയുടെ കൈമാറ്റ നടപടി ആരംഭിക്കാൻ കോടതി സ്റ്റേറ്റ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ഇന്ത്യൻ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിരന്തര ആവശ്യം പരിഗണിച്ചാണ് നടപടി. അതേസമയം നടപടിക്കെതിരെ മല്യയ്ക്ക് മേൽക്കോടതിയെ സമീപിക്കാമെന്ന് അധികൃതർ വ്യക്തമാക്കി. 2016 ഏപ്രിലാണ് മല്യ ബ്രിട്ടനിൽ അറസ്റ്റിലായത്. പിന്നീട് ജാമ്യത്തിലിറങ്ങിയ മല്യയെ ഇന്ത്യക്ക് കൈമാറണമെന്ന് ഡിസംബറിലാണ് ലണ്ടനിലെ വെസ്റ്റ്മിനിസ്റ്റർ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. ഇക്കാര്യമാണ് ഇപ്പോൾ ബ്രിട്ടീഷ് ആഭ്യന്തര സെക്രട്ടറി അംഗീകരിച്ചത്. ഇതോടെ മല്യയ്ക്ക് ഇന്ത്യയിലെത്തി ശിക്ഷ അനുഭവിക്കേണ്ട അവസ്ഥ വരും. ആഴ്ചകൾക്കുള്ളിൽ തന്നെ മല്യയെ ഇന്ത്യയിൽ എത്തിക്കാമെന്നാണ് മോദി സർക്കാരിന്റെ പ്രതീക്ഷ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇത് ചർച്ചാ വിഷയമാകും. 1.5 വർഷത്തോളം എടുത്ത വെസ്റ്റ്മിനിസ്റ്റർ ക്രൗൺ കോടതിയിലെ നിയമ നടപടികൾ ഇക്കഴിഞ്ഞ ഡിസംബർ 10-ന് വിവാദ ഇന്ത്യൻ വ്യവസായി വിജയ് മല്യയ്ക്കെതിരെ എത്തിയപ്പോഴും അദ്ദേഹം പൂർണ്ണമായും നിരാശനായിരുന്നില്ല. ഇന്ത്യയെ പറ്റിച്ച് ബ്രിട്ടനിലേക്ക് കടന്നുകളഞ്ഞ ധനികന്റെ ആഗ്രഹം നടന്നില്ല. ഇന്ത്യയിലെ പോലെ ഏതു വിധേനയും രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തി നിയമ നടപടികൾ വൈകിപ്പിക്കാം എന്ന ചിന്തയാണ് ഇന്നലെ പൊളിഞ്ഞത്. ബ്രിട്ടനിലെ കുടിയേറ്റ നിയമത്തിലെ അടുത്ത കാലത്തുണ്ടായ മാറ്റങ്ങൾ മല്യയെയും ഇപ്പോൾ വെള്ളം കുടിപ്പിക്കുകയാണ്. ക്രൗൺ കോടതി വിധിയിൽ അപ്പീൽ നൽകണമെങ്കിൽ നാടുകടത്തൽ വിധിയിൽ ആഭ്യന്തര സെക്രട്ടറി തീരുമാനം എടുക്കണം എന്നതാണ് നടപടിക്രമം. സാധാരണ കോടതി വിധിയിൽ 28 ദിവസത്തിനകം ആഭ്യന്തര വകുപ്പ് തീരുമാനം എടുക്കുമെങ്കിലും മല്യയുടെ കാര്യത്തിൽ ഇത് നീണ്ടുപോയി. ഇതോടെ ആഭ്യന്തര സെക്രട്ടറിയിൽ പലവിധത്തിൽ സമ്മർദ്ദം ചെലുത്താൻ നടത്തിയ നീക്കം വിജയിച്ചെന്ന അനുമാനത്തിൽ കഴിഞ്ഞ മല്യ പതിവ് പോലെ ട്വിറ്ററിൽ സജീവമായി ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ വെല്ലുവിളിച്ചു. ഇതോടെ കൂടുതൽ സമ്മർദ്ദവുമായി ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ബ്രിട്ടീഷ് ഹോം ഓഫീസിനെ സമീപിച്ചതാണ് 2 മാസത്തോളം തീരുമാനമെടുക്കാതിരുന്ന ഹോം സെക്രട്ടറി സാജിദ് ജാവീദിനെ തിടുക്കത്തിൽ മല്യയെ നാടുകടത്താനുള്ള തീരുമാനത്തിൽ ഒപ്പുവെപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ ബ്രെക്സിറ്റ് ബില്ലും കൺസർവേറ്റീവ് പാർട്ടിയിലെ വിമത പ്രശ്നവും ഒക്കെയായി തിരക്കിലായിരുന്ന സാജിദ് ജാവീദിനെ ഇന്ത്യൻ വംശജരായ ബ്രിട്ടീഷ് എംപിമാർ വഴി സ്വാധീനിക്കാൻ മല്യ പലവിധത്തിൽ ശ്രമിച്ചെങ്കിലും അതൊന്നും ഫലപ്രദമായില്ല. ഇതാണ് ബ്രിട്ടീഷ് ഹോം ഓഫീസിന്റെ തീരുമാനം തെളിയിക്കുന്നത്. ഇതോടെ ഇന്ത്യയിൽ രാജ്യസഭാംഗമായിരുന്ന മല്യയ്ക്ക് ഇന്ത്യയിൽ തന്നെ കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന തോന്നൽ ഉണ്ടായിക്കാണാൻ സാധ്യത ഏറെയാണ്. ഇത് തെളിയിക്കും വിധമാണ് സാജിദ് ജാവീദിന്റെ തീരുമാനം വന്ന ഉടനെ ട്വിറ്ററിലെത്തിയ മല്യയുടെ വാക്കുകൾ തെളിയിക്കുന്നതും. താൻ കീഴടങ്ങാൻ തയ്യാറായില്ല എന്ന മട്ടിൽ വെല്ലുവിളി നടത്തുന്ന മല്യ ഡിസംബറിലെ കോടതി വിധിയിൽ അപ്പീൽ നൽകാൻ അവസരമില്ലാതിരുന്നതിനാൽ താൻ കാത്തിരിക്കുകയായിരുന്നു എന്നാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നാടുകടത്തൽ തീരുമാനത്തിൽ സർക്കാർ കൈവിട്ടതോടെ താൻ ഹൈക്കോടതിയിലേക്ക് നീങ്ങുകയാണ് എന്നാണ് മല്യയുടെ മറുപടി. ഇതിനായി അദ്ദേഹത്തിന്റെ മുന്നിലുള്ളത് വെറും 14 ദിവസങ്ങളാണ്. ഒരുപക്ഷെ ഹൈക്കോടതി നടപടികളും ഏതാനും മാസത്തേക്ക് നീണ്ടേക്കാം. എന്നാൽ കീഴ്ക്കോടതിയുടെയും ആഭ്യന്തര സെക്രട്ടറിയുടെയും തീരുമാനത്തിന് വിരുദ്ധമായ ഒരു തീരുമാനം ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടാവുക എളുപ്പമല്ല. അല്ലെങ്കിൽ തന്റെ ജീവന് തിരിച്ചു ചെന്നാൽ ഭീഷണിയുണ്ടെന്ന് തെളിയിക്കാൻ മല്യയ്ക്ക് സാധിക്കണം. മല്യ കേസിൽ ഇതുവരെ അത്തരം ട്വിസ്റ്റുകൾ ഉണ്ടാകാത്ത പക്ഷം ഇനി ഹൈക്കോടതിയിൽ ആ ന്യായം ഉയർത്തുക മല്യയുടെ അഭിഭാഷകൻ ആനന്ദ് ദുബൈക്ക് പ്രയാസമായിരിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ മല്യ കുടുക്കിലായിരിക്കുകയാണ്. ഒരു തരത്തിൽ ഈ കുടുക്ക് ഇപ്പോൾ മല്യ ക്ഷണിച്ചു വരുത്തിയതുമാണ്. സോഷ്യൽ മീഡിയ തന്റെ പ്രധാന ഹോബിയാക്കി മാറ്റിയിരിക്കുന്നു വിജയ് മല്യ. തന്റെ കേസുകളിൽ ഉദ്യോഗസ്ഥരും അഭിഭാഷകരും ബാങ്കുമൊക്കെ ഇന്ത്യയിൽ അനാവശ്യ തിടുക്കം കാട്ടുകയാണ് എന്ന് അടുത്ത നാളുകളിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. മാത്രമല്ല പലപ്പോഴും പ്രകോപനപരവും വെല്ലുവിളി നിറഞ്ഞതുമായ പ്രസ്താവനകളാണ് മല്യ ട്വീറ്റ് ചെയ്തിരുന്നത്. ഇന്ത്യൻ അധികാരികൾ തന്നെ കേസുകളിൽ നിന്നും കേസുകളിലേക്ക് വരിഞ്ഞു മുറുക്കിയതോടെ താൻ ബ്രിട്ടനിലും നികുതി കുടിശ്ശികക്കാരനായി മാറുകയാണെന്നും മല്യ ട്വീറ്റ് ചെയ്തിരുന്നു. എല്ലാ തെറ്റിലും താൻ നിരപരാധിയാണ് എന്ന ഇമേജ് സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ഇയാൾ നിരന്തരം നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇത്തരം ഗൂഢശ്രമങ്ങൾ തിരിച്ചറിയാൻ കഴിവുള്ളവരാണ് കോടതിയിൽ ഇരിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്തിയാണ് ഡിസംബർ 10-ന് വെസ്റ്റ്മിനിസ്റ്റർ കോടതി മല്യയ്ക്കെതിരെ ഉത്തരവ് പുറപ്പെടുവിച്ചത്.